ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നന്മമരം എന്ന വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? സോഷ്യൽ മീഡിയയിൽ പാവപ്പെട്ടവരും രോഗികളുമായ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുന്ന ഫിറോസ് കുന്നുംപറമ്പിൽ, ടോണി അച്ചായൻ, ഉബൈദ് എന്നിവരെയാണോ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? കേരളത്തിന്റെ ഓൺലൈൻ ഭാഷയിൽ പരോപകാരിയായ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ ഏറെ തീക്ഷ്ണതയോടെ അവതരിപ്പിച്ച് ക്രൗഡ് ഫണ്ടിലൂടെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ചാരിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നന്മമരം എന്നത്. കേരളത്തെ പോലെ ജനസംഖ്യയുടെ ഭൂരിപക്ഷത്തിനും ഇന്റർനെറ്റ് ആക്സസ് ഉള്ളിടത്ത് പെട്ടെന്ന് ഹിറ്റാകാനുള്ള വ്ളോഗിംഗ് സാധ്യതകളിൽ ഒന്നായി തന്നെ ചാരിറ്റി വീഡിയോസ് മാറിയിട്ടുണ്ട്. വളരെ പെട്ടെന്നുണ്ടാകുന്ന പ്രശസ്തി, ജനങ്ങൾക്കിടയിലെ താരപരിവേഷം, മറ്റൊരർത്ഥത്തിൽ ദൈവിക പരിവേഷം, വലിയ ഫാൻ ബേസ്, ഇതിനൊക്കെ പുറമെ ചില ഇൻഫ്ലുവൻസേഴ്സ് എങ്കിലും ഇങ്ങനെ കിട്ടിയ ഫണ്ടിൽ നിന്നും മോശമല്ലാത്ത ഒരു എമൗണ്ട് സ്വന്തം കാര്യത്തിന് എടുക്കുന്നത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും നഷ്ടമില്ലാത്ത എന്നാൽ ലാഭം ഒരുപാടുള്ള ഒരു വ്ളോഗിംഗ് മാർഗം. ഇതിനൊക്കെ പുറമെയാണ് ഇതുവഴി പല വ്യക്തികൾക്കും ലഭിക്കുന്ന സഹായങ്ങൾ. പണമില്ലാത്തത് കൊണ്ട് മാത്രം മരണത്തെ നേരിൽ കണ്ട ഒരുപാട് മനുഷ്യർക്ക് പുതുജീവൻ നൽകാൻ കേരളത്തിലെ ചാരിറ്റി വീഡിയോസ് വഴി സാധിച്ചിട്ടുണ്ട്. രോഗം മാത്രമല്ല, വീടും തൊഴിലുമെല്ലാം പലർക്കായി എത്തിച്ചു നൽകാൻ കഴിയുന്ന ചാരിറ്റി വ്ളോഗിംഗ് കേരളം പോലൊരു സമൂഹത്തിൽ ഇന്നും റെലവന്റ് ആണ് എന്നത് സത്യത്തിൽ ഒരു ശുഭസൂചനയാണോ? ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് എന്തുകൊണ്ട് ചാരിറ്റി വീഡിയോസ് ഇത്ര വൈറലാകുന്നു എന്നും വലിയ സ്വീകാര്യത മലയാളികൾക്കിടയിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നും നോക്കാം. ഇന്റർനെറ്റിൽ ജീവകാരുണ്യ വീഡിയോസിന് ലഭിക്കുന്ന വൻ സ്വീകാര്യതയ്ക്കും അവയുടെ പെട്ടെന്നുള്ള വർധനവിനും പിന്നിൽ ന്യൂറോ സയൻസ്, ബിഹേവിയറൽ സൈക്കോളജി, അൽഗോരിതം ഡിസൈൻ എന്നിവയുടെ കൃത്യമായ സ്വാധീനമുണ്ട്. അവയിലേക്കൊക്കെ ഡീറ്റെയിൽഡ് ആയി പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പലപ്പോഴും ഒരു കുടുംബത്തിന് ചാരിറ്റിയെ ആശ്രയിക്കേണ്ടി വരുന്നത് ആ കുടുംബത്തിലെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. നമ്മുടെ സ്വന്തം കാര്യം തന്നെ എടുത്താൽ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്തായിരിക്കും നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ പ്രശ്നത്തിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്. ഒരു ചെറിയ തുകയ്ക്ക് വലിയ കവറേജ് കിട്ടുന്ന ടേം ഇൻഷുറൻസ് എടുത്തു വെക്കുക എന്നതാണത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളിൽ ഒന്നായ ആക്സിസ് മാക്സ് ലൈഫ് ടേം ഇൻഷുറൻസ് സ്മാർട്ട് ടേം പ്ലാൻസ് പ്ലസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിലൂടെ മാസം വെറും 595 രൂപയ്ക്ക് 1 കോടിയുടെ കവറേജും അറൌണ്ട് 900 രൂപയ്ക്ക് 2 കോടിയുടെ കവറേജും കിട്ടും. സത്യത്തിൽ നിങ്ങളൊരു OTT സബ്സ്ക്രിപ്ഷന് ചെലവാക്കുന്ന പണത്തേക്കാൾ കുറവാണത്. എന്നിട്ടും പലരും ടേം ഇൻഷുറൻസ് എടുക്കാറില്ല. അതുകൊണ്ട് കൂടിയാണ് പല കുടുംബങ്ങളും പിന്നീട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിപ്പെടുന്നത്. ഈ ഒരു പ്ലാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാരണം ഇൻഡസ്ട്രിയിലെ ഏറ്റവും കൂടിയ സെറ്റിൽമെന്റ് റേഷ്യോസിൽ ഒന്നായ 99.7% ആണ് ഈ കമ്പനിയുടെ സെറ്റിൽമെന്റ് റേഷ്യോ. കൂടാതെ ഏറ്റവും ആവശ്യ സമയത്ത് സഹായം കിട്ടാൻ അവർ 3 hour ക്ലെയിം സെറ്റിൽമെന്റ് ഗ്യാരണ്ടിയും ഓഫർ ചെയ്യുന്നുണ്ട്. ഒപ്പം സാലറി കിട്ടുന്നവർക്ക് ആദ്യത്തെ വർഷം 15% ഡിസ്കൗണ്ടും, സ്ത്രീകൾക്ക് 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും, സാലറി കിട്ടുന്ന സ്ത്രീകൾക്ക് ഈ 2 ബെനിഫിറ്റ് ഒരുമിച്ചും അവർ ഓഫർ ചെയ്യുന്നുണ്ട്. മറ്റൊരു ഫീച്ചർ, ഒരു നിശ്ചിത സമയത്തിന് ശേഷം മെച്യൂരിറ്റി ആകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണമെങ്കിൽ അടച്ച പ്രീമിയം മൊത്തം തിരിച്ചു കിട്ടുന്ന സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റും ഉണ്ട്. അപ്പോൾ ഈ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് തിരിച്ചു വരാം. മറ്റൊരാൾക്ക് അയാളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു സമ്മാനം ലഭിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ തലച്ചോറിന് ഒരു വൈകാരിക പകർച്ചവ്യാധി അഥവാ എമോഷണൽ കണ്ടേജിയൻ അനുഭവപ്പെടുന്നു. ഒരു പാവപ്പെട്ട വ്യക്തിക്ക് സഹായം ലഭിക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം നമ്മുടെ തലച്ചോറിലെ വികാര വിചാരങ്ങൾ നിയന്ത്രിക്കുന്ന മിറർ ന്യൂറോണുകൾ കാരണം നമ്മുടെ തന്നെ സന്തോഷമാണെന്ന് നമുക്ക് തോന്നാം. ന്യൂറോളജിക്കൽ വാം ഗ്ലോ എന്നറിയപ്പെടുന്ന ഈ വികാരങ്ങളുടെ കൈമാറ്റം നമ്മെ കൂടുതലായും ഇത്തരം വീഡിയോസിലേക്ക് എത്തിക്കുന്നു. കാരണം ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യുന്ന ഇത്തരം പ്രവൃത്തികൾ കാണുന്നത് തലച്ചോറിന്റെ റിവാർഡ് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുകയും ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ആ സഹായത്തിൽ ക്രൗഡ് ഫണ്ടിംഗ് പോലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ റിവാർഡ് സിസ്റ്റം കൂടുതൽ റിവാർഡ്സ് തലച്ചോറിന് നൽകുകയും തലച്ചോറിനെ ഹാപ്പിയാക്കുകയും ചെയ്യും. തലച്ചോർ ഹാപ്പി ആയെന്നാൽ നമ്മളും ടോട്ടലി ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോസ് വീണ്ടും വീണ്ടും കാണാൻ നമ്മൾ ആഗ്രഹിക്കും. കോഗ്നിറ്റീവ് സൈക്കോളജി പറയുന്നത് പരസ്പരം സഹകരിക്കുക എന്നത് മനുഷ്യന്റെ സ്വാഭാവികമായ ഒരു പ്രവണതയാണെന്നാണ്. ഒരാൾക്ക് സഹായം ലഭിക്കുന്നതോ കഷ്ടപ്പാടുകൾ മറികടന്ന് ഒരാൾ വിജയിക്കുന്നതോ സമ്മാനം നേടുന്നതോ ആയ വീഡിയോസ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും ഒരുപോലെ സ്വാധീനിക്കുന്നത് വഴി ഇത്തരം ചാരിറ്റി വീഡിയോസ് ഓർമ്മയിൽ തങ്ങി നിൽക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സ്വന്തമായി പണമോ പ്രയത്നമോ ചിലവാക്കാതെ തന്നെ ഒരു വലിയ സാമൂഹിക നന്മയിൽ പങ്കുചേരുന്നു എന്ന തോന്നൽ ഇതുവഴി നമുക്കുണ്ടാകുന്നു. ചുരുക്കത്തിൽ ചാരിറ്റി വീഡിയോസ് കാണുന്നത് പോലും നമ്മെ അത്തരം വീഡിയോസിന്റെ അഡിക്റ്റ് ആക്കിയേക്കാം. അതുകൊണ്ട് തന്നെ ചാരിറ്റി വീഡിയോസ് ചെയ്യുന്ന ഫിറോസ് കുന്നുംപറമ്പിലിനെ മുഖ്യമന്ത്രിയാക്കാനും ടോണി അച്ചായന് പത്മശ്രീ കൊടുക്കാനും ഉബൈദിനെ ധനമന്ത്രിയാക്കാനും ഒക്കെ ഫാൻസും ഉണ്ടാകും. എന്നാൽ ഒരു ആധുനിക സമൂഹത്തിൽ ഇത്തരം ചാരിറ്റി, ക്രൗഡ് ഫണ്ടിംഗ് പദ്ധതികൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തെ നാം ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. പൊതുവെ 2 തരം ചാരിറ്റി വീഡിയോസ് ഉണ്ടെന്ന് കാണാം. അതിൽ ഒന്നാമത്തേത്, വഴിയിൽ കാണുന്ന ഏതെങ്കിലും ഒരാളോട് ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചോ പണം എണ്ണിയെടുക്കുന്നത് പോലെ ടാസ്കുകൾ ചെയ്യിപ്പിച്ചോ പണം നൽകുന്നത്. മറ്റൊന്ന്, വളരെ നിർധനരോ രോഗികളോ ആയവരെ കണ്ടെത്തി വീഡിയോസ് ചെയ്യുന്ന ടൈപ്പ്. ഇതിൽ ആദ്യ വിഭാഗത്തിൽപ്പെടുന്ന വീഡിയോസ് പ്രധാനമായും ഏതെങ്കിലും വ്യക്തികളുടെയോ കമ്പനികളുടെയോ മാർക്കറ്റിംഗ് എന്ന തരത്തിലാണ് ഉണ്ടാകാറ്. അതുകൊണ്ട് തന്നെ ആ പണം കിട്ടാൻ ആളുകൾ പ്രസ്തുത മാർക്കറ്റിംഗ് ആഗ്രഹിക്കുന്ന ഓൺലൈൻ ഹാൻഡിലുകളെ ഫോളോ ചെയ്തിരിക്കണം. ഇത് സത്യത്തിൽ ഒരു വലിയ മാർക്കറ്റിംഗ് രീതിയാണ്. ഇത് ഉപയോഗിച്ച മൈജിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മാസങ്ങൾക്കുള്ളിൽ നേടിയത് 1 മില്യണോളം ഫോളോവേഴ്സിനെയാണ്. ഒരു തരത്തിൽ ഇൻഡയറക്റ്റ് ആയി പണം നൽകി ഫോളോവേഴ്സിനെ ഉണ്ടാക്കുക എന്ന ഈ ട്രിക്ക് സത്യത്തിൽ അത്ഭുതകരമായി വിജയിച്ച ഒരു സ്ട്രാറ്റജിയാണ്. ഇനി രണ്ടാമത്തെ തരം വീഡിയോസിലാകട്ടെ, പലപ്പോഴും ഒരു രോഗിക്കോ പാവപ്പെട്ട കുടുംബത്തിനോ സഹായം കിട്ടണമെങ്കിൽ അവരുടെ സാഹചര്യം ലോകത്തിന് മുന്നിൽ വളരെ ദയനീയമായും മറ്റും കാണിക്കേണ്ടി വരുന്നു. രോഗിയുടെ വ്രണങ്ങളും വീട്ടിലെ പട്ടിണിയും കുട്ടികളുടെ കരച്ചിലുമൊക്കെ ക്യാമറയിൽ പകർത്തി നാട്ടുകാരെ കാണിക്കുന്നത് അവരുടെ സ്വകാര്യത
സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്. തങ്ങളുടെ സാഹചര്യം കൊണ്ട് സത്യത്തിൽ സഹായം സ്വീകരിക്കുന്നവർ വിൽക്കേണ്ടി വരുന്നത് അവരുടെ തന്നെ സ്വകാര്യതയാണ്. എന്നാൽ അതിലും ഭീകരമാണ് ഇത്തരം വീഡിയോസിൽ ചിത്രീകരിക്കപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥ. ചികിത്സയ്ക്ക് പണം കിട്ടാൻ വേണ്ടി ചികിത്സ വേണ്ടതോ ചികിത്സ വേണ്ടവരുടെ ബന്ധുവായ ഒരു കുട്ടിയുടെ അവശതകൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തെയും അന്തസ്സിനെയും പിന്നീട് ബാധിച്ചേക്കാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. കാരണം ഒരിക്കൽ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും അവിടെ തന്നെ ഉണ്ടാകും. പണത്തിന്റെ കാര്യത്തിലുള്ള സുതാര്യത കുറവാണ് മറ്റൊരു പ്രശ്നം. ആളുകൾ പണം നൽകുന്നത് സഹായം അർഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. പക്ഷെ പിരിച്ചെടുക്കുന്ന പണം മുഴുവൻ അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കാറില്ല. ഇടനിലക്കാരായി നിൽക്കുന്ന ചാരിറ്റി പ്രവർത്തകർ വലിയൊരു തുക കമ്മീഷനായി എടുക്കുന്നു എന്ന പരാതികൾ ഇന്ന് വ്യാപകമാണ്. ലക്ഷ്യമിട്ടതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയാൽ ആ ബാക്കി പണം എങ്ങോട്ട് പോകുന്നു എന്നതിനും കൃത്യമായ കണക്കുകൾ ഉണ്ടാകാറില്ല എന്ന സാഹചര്യം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇതിനെ സാമ്പത്തിക ചൂഷണത്തിന് വഴിയൊരുക്കുന്നു. കേരളത്തിൽ ഓരോ ദിവസവും ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. എന്നാൽ അതെല്ലാം നമ്മൾ കാണാറില്ല. അതിന് കാരണം സോഷ്യൽ മീഡിയയിൽ ആർക്കാണോ കൂടുതൽ റീച്ച് കിട്ടുന്നത് അവർക്ക് മാത്രമേ പണം കിട്ടുന്നുള്ളൂ എന്നൊരവസ്ഥ വന്നിട്ടുണ്ട് എന്നതാണ്. നന്നായി കരഞ്ഞ് സംസാരിക്കാൻ അറിയുന്നവരോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റിംഗിൽ മിടുക്കരായ ആളുകളുടെ സഹായം കിട്ടുന്നവരോ ആയവർക്ക് ലക്ഷങ്ങൾ കിട്ടുമ്പോൾ ശരിക്കും കഷ്ടപ്പെടുന്ന പല പാവങ്ങളും ആരും അറിയാതെ പോകുന്നു. അതേസമയം ഇത്തരം വീഡിയോസ് നിരന്തരം കാണുന്നത് കൊണ്ടാകട്ടെ ആളുകളുടെ മനസ്സ് കമ്പാഷൻ ഫറ്റീഗ് എന്ന അവസ്ഥയിലേക്ക് അഥവാ മനസ്സ് മരവിച്ചതുപോലൊരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നീട് ശരിക്കും സഹായം വേണ്ട ഒരാളെ കണ്ടാൽ പോലും ഇതൊക്കെ എന്നും കാണുന്നതല്ലേ എന്ന മനോഭാവത്തിലേക്ക് ആളുകൾ മാറാൻ ഇത് കാരണമാകുന്നു. അതായത് ഒരു പുരോഗമന സമൂഹത്തിൽ പോലും ആളുകളുടെ ഇത്തരം സാഹചര്യങ്ങൾ സാമാന്യവൽക്കരിക്കപ്പെടുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള യഥാർത്ഥത്തിലുള്ള വഴി എന്നത് സർക്കാർ ഇതിനു വേണ്ടി കൃത്യതയുള്ള ഒരു സുതാര്യ സംവിധാനം ഒരുക്കണം എന്നതാണ്. ആധുനികമായ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സഹായം എന്നത് വ്യക്തികളുടെ ദയയേക്കാൾ പൗരന്റെ അവകാശമായി മാറണം എന്നതാണ് സർക്കാർ പദ്ധതികൾക്ക് മുൻതൂക്കം ലഭിക്കേണ്ടതിന്റെ പ്രധാന കാരണം. ചാരിറ്റി വീഡിയോസ് പലപ്പോഴും നിർധനരായ മനുഷ്യരുടെ കണ്ണുനീരിനെയും ദാരിദ്ര്യത്തെയും പൊതുമധ്യത്തിൽ പ്രദർശിപ്പിക്കുന്നത് വഴി അവരുടെ സ്വകാര്യതയും അന്തസ്സിനെയും മുറിപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഇത്തരം വീഡിയോസിലൂടെ വൈറലാകുന്നവർക്ക് മാത്രം സഹായം ലഭിക്കുകയും ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ആയിരക്കണക്കിന് അർഹരായവർ അവഗണിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെയും ഡാറ്റാബേസുകളിലൂടെയും അർഹരായ എല്ലാവരിലേക്കും തുല്യമായി സഹായം എത്തിക്കാൻ ബാധ്യസ്ഥരാണ്. സോഷ്യൽ മീഡിയ വഴിയുള്ള ഫണ്ട് ശേഖരണത്തിൽ സുതാര്യത ഉറപ്പാക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ സർക്കാർ പദ്ധതികളിൽ ഓഡിറ്റിംഗും വിവരാവകാശ നിയമങ്ങളും വഴി കൃത്യമായ ഉത്തരവാദിത്തം ഉറപ്പാക്കാം. ദാരിദ്ര്യത്തെ വെറുമൊരു സോഷ്യൽ മീഡിയ കോണ്ടന്റായി കാണുന്ന രീതി ഒഴിവാക്കി സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൂടെ ശാശ്വതമായ പരിഹാരം കാണുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ചേരുന്നത്. ഉദാഹരണത്തിന് മൃതസഞ്ജീവിനി എന്ന അവയവദാനത്തിന് വേണ്ടിയുള്ള സർക്കാർ സംരംഭം ഇതിനെ പറ്റിയൊരു ഉഗ്രൻ മാതൃകയാണ്. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ചാരിറ്റി വ്ളോഗിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. പിന്നെ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്ത ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഹയസ്റ്റ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോസ് ഉള്ള കമ്പനികളിൽ ഒന്നാണിത്. ചെറിയ പ്രീമിയമേ അടയ്ക്കേണ്ടതുള്ളൂ. ഡിസിഷൻ ഡിലേ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ലിങ്ക് ക്ലിക്ക് ചെയ്യും. പിന്നെ എത്ര നേരത്തെ ടേം ഇൻഷുറൻസ് എടുക്കുന്നുവോ അത്ര കുറഞ്ഞ പ്രീമിയം ലോക്ക് ചെയ്യാൻ പറ്റുമെന്നത് ഓർക്കുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ബൈ.